നമസ്കാരം. പാലക്കാട് ചിറ്റൂരിൽ നിന്നും കഴിഞ്ഞ ദിവസം കാണാതായ സുഹാൻ എന്ന 6 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി. 21 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി സമീപത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചെങ്കിലും ഒന്നും തന്നെ കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചും പോലീസ് പരിശോധന നടത്തിവരികയായിരുന്നു. കുട്ടിയെ കാണാതായ വിവരമറിഞ്ഞ പിതാവ് അനസ് വിദേശത്തു നിന്നും നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ കുഞ്ഞിന്റെ മരണവും സംഭവിച്ചിരിക്കുന്നത്. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ സുഹാൻ സഹോദരമായി പിണങ്ങി വീട്ടിൽ നിന്നും ഇറങ്ങിയതാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. സാധാരണ കുട്ടികൾ തമ്മിൽ ഉണ്ടാകാറുള്ള പിണക്കം മാത്രമായിരുന്നു അതെന്നും, എന്നാൽ കുറച്ചുനേരം കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാതായതോടെയാണ് തിരച്ചിൽ നടത്തിയതെന്നുമാണ് വിവരം. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഇത്തരത്തിൽ കുട്ടിയെ കാണാതായത്. റോയൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിയായ സുഹാന് അപസ്മാരത്തിന്റെ അസുഖമുള്ളതായാണ് പുറത്തുവരുന്ന സൂചന. ഏറെ നേരം ചുറ്റുപാടുകളിൽ തിരഞ്ഞെങ്കിലും കണ്ടെത്തുവാൻ കഴിയാത്തതിനെ തുടർന്ന് ഫയർഫോഴ്സ് സ്കൂബ ടീം എത്തി പരിസരത്തെ കുളത്തിലും മറ്റും രാത്രി വരെ തിരച്ചിൽ നടത്തുകയായിരുന്നു. പാലക്കാട് നിന്ന് ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും രാത്രി 8 മണിവരെയും ഒരു സൂചന ലഭിച്ചിരുന്നില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും രാത്രി വൈകും സ്ഥലത്തുണ്ടായിരുന്നു. സുഹാന്റെ അമ്മ നീലഗിരി പബ്ലിക് സ്കൂളിൽ അധ്യാപികയാണ്. കുട്ടിയെ കാണാതാകുമ്പോൾ അമ്മ സ്കൂളിലെ ഒരു ആവശ്യത്തിനായി പോയതാണ്. തുടർന്ന് ഇന്ന് നടത്തിയ തിരച്ചിലാണ് കുളത്തിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയതാകട്ടെ സുഹാന്റെ മൃതദേഹം വീടിന് 800 മീറ്റർ അകലെയുള്ള കുളത്തിൽ നിന്നാണ്. അമ്പാട്ടുപാളയം ഇരുമൻകോട് മുഹമ്മദ് അനസ് തൗഹീദ ദമ്പതികളുടെ ഇളയ മകൻ 6 വയസ്സുകാരൻ സുഹാനെ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12 മണി മുതലാണ് കാണാതായത്. സഹോദരനൊപ്പം വീട്ടിൽ സിനിമ കാണുകയായിരുന്ന സുഹാൻ ഉച്ചയോടെയാണ് വീടിന് പുറത്തേക്ക് ഇറങ്ങിയത്. ഈ സമയത്ത് കുട്ടിയുടെ മുത്തശ്ശിയും അമ്മയുടെ സഹോദരങ്ങളും മക്കളും അടക്കം വീട്ടിലുണ്ടായിരുന്നു. സുഹാനെ കാണാതായ വിവരം സഹോദരൻ വീട്ടുകാരെ അറിയിക്കുകയും വീട്ടുകാർ നാട്ടുകാരെ അറിയിക്കുകയും തുടർന്ന് അന്വേഷണം നടത്തുകയുമായിരുന്നു. പിന്നാലെ പോലീസും ഫയർഫോഴ്സും ഡോഗ് സ്ക്വാഡും തിരച്ചിൽ നടത്തി. കുളങ്ങളും ബസ്സുകളും അടക്കം കേന്ദ്രീകരിച്ചു നടത്തിയ തിരച്ചിലിലെങ്ങും കുഞ്ഞിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. ചിറ്റൂർ അമ്പാട്ടുപാളയം മേഖലയിൽ വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സുഹാൻ പോകാൻ സാധ്യതയുള്ള സുഹൃത്തുക്കളുടെ വീട്ടിലും സ്കൂളിൽ പരിസരത്തും പരിശോധന നടത്തിയെങ്കിലും അവിടെയും കുഞ്ഞിനെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇതിനിടയിൽ സുഹാനെ അവസാനമായി കണ്ടെന്ന് പറയുന്ന സ്ത്രീകളിൽ നിന്നും പോലീസ് മൊഴിയെടുത്തിരുന്നു. സുഹാന്റെ വീട്ടു പരിസരത്തു നിന്ന് 100 മീറ്റർ ദൂരത്ത് വെച്ച് കുട്ടിയെ കണ്ടെന്നുവെന്ന 2 സ്ത്രീകളുടെ മൊഴി പുറത്തു വന്നത്. എന്നാൽ സ്ത്രീകളിൽ നിന്ന് ലഭിച്ച വിവരപ്രകാരം പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് പോലീസ് പിന്നീട് അറിയിച്ചത്. കുട്ടിയെ ഉച്ചയ്ക്ക് 12 മണിക്ക് വീടിനടുത്തുള്ള ഇടവഴിയിൽ വെച്ച് ഒരാൾ കണ്ടിരുന്നു. പിന്നീട് വിവരമില്ല. സമീപത്തെ 2 വീടുകളല്ലാതെ സുഹാന് മറ്റു വീടുകൾ പരിചയമുണ്ടായിരുന്നില്ല. കുട്ടിക്ക് കേൾവിക്കും സംസാരശേഷിക്കും പ്രശ്നമുണ്ടെന്ന് ബന്ധുക്കൾ അറിയിച്ചിരുന്നു. കുട്ടി എങ്ങനെയാണ് ഈ കുളത്തിന് സമീപം എത്തിയതെന്നും കുളത്തിൽ വീണത് എങ്ങനെയാണെന്നതടക്കം പരിശോധിക്കുമെന്ന് ചിറ്റൂർ നഗരസഭാ ചെയർമാൻ സുമേഷ് അച്യുതാനന്ദൻ പറഞ്ഞു. കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ കുളം റോഡിന് സമീപത്തല്ലെന്നും സ്വമേധയാ അങ്ങോട്ടേക്ക് പോകാൻ സാധ്യത കുറവാണെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്.